മണ്ണിടിച്ചിലുണ്ടായി രണ്ടാം ദിവസവും താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം സ്തംഭിച്ചു. ചുരം വഴി ഇന്നും നാളെയും എമർജൻസി വാഹനങ്ങൾ മാത്രമേ കടത്തിവിടൂ. മഴ കനത്തതോടെ നേരത്തെ മണ്ണിടിഞ്ഞ സ്ഥലത്ത് നിന്നും പാറയും മണ്ണും വീണ്ടും അടർന്നു വീണു. കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഇടപെട്ടില്ല എന്നാരോപിച്ച് പ്രതിഷേധവും ഉയർന്നു. ഇന്നലെ രാത്രി ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചുരത്തിലൂടെ വാഹനങ്ങൾ ഓടിയിരുന്നു. ഇന്ന് രാവിലെ മഴ ശക്തമായി. നേരത്തെ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്തുനിന്ന് പാറകൾ റോഡിലേക്ക് പതിച്ചു. ഇതോടെ ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വന്നു. യാത്രക്കാർ പലരും വഴിയിൽ കുടുങ്ങി. വയനാട് മൊത്തം നിശ്ചലാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കുറ്റ്യാടി ചുരമൊക്കെ കംപ്ലീറ്റ് ബ്ലോക്കാണ്. 7 മണിക്കൂർ 8 മണിക്കൂർ വേണമെന്നാണ് പറയുന്നത്. ഒരുപാട് വണ്ടിക്കാർ ലോറിക്കാരൊക്കെ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ദൂര സ്ഥലങ്ങളിൽ വരുന്ന പോലാണ്. ഞങ്ങൾ ഛത്തീസ്ഗഡിൽ നിന്ന് വരുവാണ്. ഞങ്ങൾ രാവിലെ വരുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലോഡ് എടുത്ത് വന്നപ്പോൾ ഇവിടെ ബ്ലോക്കായി, വണ്ടിയൊന്നും വിട്ടില്ല. ഉച്ചയോടെ മഴ ശക്തി പ്രാപിച്ചു. മണ്ണിടിച്ചിലിന്റെ തോതുകൂടി. മലയിടിച്ചിൽ കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്നിട്ടും ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ ഇല്ലായ്മയിൽ പ്രതിഷേധവും ഉയർന്നു. ഉത്തരവാദപ്പെട്ടതായിരിക്കുന്ന ആളുകൾ വന്ന് അടിയന്തരമായി വയനാടിനെ ഒറ്റപ്പെടുത്താതെ അടിയന്തരമായി ഈ കാര്യത്തിൽ തീരുമാനമെടുത്ത് ഈ സേഫ്റ്റി മെഷേഴ്സ് മുഴുവനെടുത്ത് നടപടി സ്വീകരിക്കണം. ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചതോടെ പല യാത്രക്കാരും കുറ്റ്യാടി ചുരത്തെയും നാടുകാണി ചുരത്തെയുമാണ് ആശ്രയിക്കുന്നത്. ലക്കിടിയിൽ ഇടവിട്ട് കനത്ത മഴ തുടരുകയാണ്. രാത്രിയിലെ സാഹചര്യം കൂടി വിലയിരുത്തിയ ശേഷമേ പാത തുറക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകൂ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.